ഒരു പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടോ? സുചേട്ടൻ്റെ അവാർഡ് ജാക്കി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ ആ അത് കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിൻ്റെ വ്ളോഗിൽ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം മഴയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഓടി നടക്കുന്ന. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കോലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. ചേച്ചിയുടെ മക്കളും ഇവനും ഋതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി. അപ്പം ഋതപ്പനൊരു ഒരു കുഞ്ഞു കളിയുടെ പ്രായമാകും. എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്ത് കൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും, കുഞ്ഞു വെച്ചല്ലേ. അപ്പം അതുപോലെ സുധിച്ചാൻ്റെ കുറേ അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണെങ്കിൽ സ്ഥലം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞതെടുത്ത് തല്ലിപ്പൊട്ടിക്കും. അപ്പം ആ പ്രായമാണ്, ഏജാണ്. അപ്പം പാത്ത് കൊണ്ടുപോയി തല്ലിപ്പൊട്ടിക്കും കളിക്കുമ്പം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡിൻ്റെ അടിയിൽ, അവിടെ വേറെ സ്ഥലമൊന്നും, അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ്. ഞാനറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പോൾ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ലാതെ എൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈയിടയിൽ കിട്ടിയ അവാർഡുകളാണ്. അതെല്ലാം വരുമ്പോൾ എൻ്റെ ഭാഗ്യം എടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല. സൂചിച്ചാണ്ട് അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞൊന്നുമല്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത്. അതാണ് സംഭവിച്ചത്. അതുപോലെ സുചേൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ട് വെച്ചേക്കുന്നത് സുചേട്ടൻ. അച്ഛനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത്, പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിച്ചു. അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പിന്നെ സുചേൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ച് കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിൻ്റെ കണ്ണിപ്പെടാതെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ്. അല്ലാതെ സുചേൻ്റെ അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ. ഒരു 50ഓളം എനിക്ക് ഒന്ന് വ്ളോഗർമാർ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാനതൊന്നും കണ്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞതാണ്. എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സഡാക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ എൻ്റെ മൂത്ത മോൻ്റെ വ്ളോഗായിരുന്നു, അവനും അറിഞ്ഞില്ല, അവൻ വ്ളോഗ് ചെയ്തു പാവം. അപ്പോൾ കുഞ്ഞു പറഞ്ഞിട്ടില്ല, ഇളയത് പറഞ്ഞിട്ടില്ല. ഞാനത് സത്യം പറഞ്ഞാൽ തിരക്കാണ്ട് ഞാൻ കണ്ടു നോക്കിയില്ല, കണ്ടവരാണ് പറഞ്ഞത്. അപ്പോൾ അതാണല്ലാതെ എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മൂളി വെച്ചിട്ട് സുചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞോളല്ല രേണുസുധി. സുചേട്ടനെ കളഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സുചേട്ടൻ്റെ അവാർഡ് കളയുന്നത്? ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യാം, താഴെ പോകുന്നതൊക്കെ പൊട്ടുന്നത്. പക്ഷേ സുചേട്ടൻ്റെ അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനടുത്തത് സൂക്ഷിച്ച് വെച്ചത്. അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്നൊന്നും ഞാൻ കരുതിയില്ല.